ഉള്ളൊഴുക്കിനെ കുറിച്ചാണ്. ഉള്ളു പൊള്ളിക്കുന്ന ഒരു സിനിമാ അനുഭവമാണ് ഉള്ളൊഴുക്ക് എന്ന് നിസ്സംശയം പറയാം. എവരിവൺ ഹാസ് സംതിങ് ടു ഹൈഡ്, എവറി ഫാമിലി ഹാസ് സീക്രട്സ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കാനുണ്ടാകും. എല്ലാ കുടുംബങ്ങളിലും രഹസ്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിയലാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ സംഭവിക്കുന്നത്. ഒരു മഴക്കാലത്ത്, കോരിച്ചൊരിയുന്ന ഒരു മഴക്കാലത്ത് കുട്ടനാട്ടിലെ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിലാണ് കഥ നടക്കുന്നത്. അവിടെ ഒരു മരണം സംഭവിക്കുന്നു. വിവാഹം കഴിഞ്ഞ് അധിക നാളായിട്ടില്ലാത്ത ഒരു പെൺകുട്ടി, അഞ്ജു എന്ന കഥാപാത്രം, പാർവതിയുടെ കഥാപാത്രം, വിധവയാകുന്നു. ആ വീട്ടിൽ ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മ, അതായത് മരണപ്പെട്ട തോമസ് കുട്ടിയുടെ അമ്മ ലീലാമ്മ എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഉർവശിയാണ്. താൻ പൊന്നുപോലെ വളർത്തിയ മകനെ കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്യണമെന്നാണ് ലീലാമ്മയുടെ ആഗ്രഹം. അതിനുവേണ്ടി ഈ വെള്ളം ഇറങ്ങാൻ എത്ര നേരം എടുത്താലും അത്ര നേരവും കാത്തിരിക്കാൻ ലീലാമ്മ തയ്യാറാണ്. തോമസ് കുട്ടി എന്ന തന്റെ മകന്റെ മരവിച്ച ശരീരം മോർച്ചറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശവമടക്ക് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഖബറടക്കം നടത്താൻ വേണ്ടിയുള്ള ഈ അമ്മയുടെ കാത്തിരിപ്പ്, ആ കുടുംബത്തിന്റെ കാത്തിരിപ്പാണ് ചിത്രം. അതിനിടയിലാണ് ആമുഖമായി ഈ ടീസറുകളിൽ പറയുന്നത് പോലെ ഓരോ കുടുംബത്തിലും രഹസ്യങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ, ഓരോ വ്യക്തിയിലും നിഗൂഢതകളുണ്ട് എന്ന് പറയുന്നത് പോലെ ആ നിഗൂഢ സംഭവങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത്. ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടി വരുന്നത് ക്രിസ്റ്റോ ടോമി എന്ന സംവിധായകന്റെ തിരക്കഥാകൃത്തിന്റെ വൈഭവം തന്നെയാണ്. തിരക്കഥയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം സിനിസ്ഥാൻ തിരക്കഥാ മത്സരത്തിൽ, അഖിലേന്ത്യാ തലത്തിൽ നടന്ന സിനിസ്ഥാൻ തിരക്കഥാ മത്സരത്തിൽ ഇന്ത്യയിലെ മറ്റ് തിരക്കഥകളെ ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയ ഫ്യൂണറൽ എന്ന തിരക്കഥയാണ് ക്രിസ്റ്റോ ടോമി സിനിമയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോളിവുഡിന്റെ ഒരു സപ്പോർട്ടൊക്കെ, അല്ലെങ്കിൽ ബോളിവുഡ് സിനിമാ കമ്പനികളാണ് ഇതിന്റെ നിർമ്മാണത്തിലൊക്കെ പങ്കാളികളായിട്ടുള്ളത്. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ നടി ഉർവശിയുടെയും പാർവതിയുടെയും പ്രകടനം. ലീലാമ്മ എന്ന കഥാപാത്രമായി ഉർവശിയുടെ പ്രകടനം, ആ പകർന്നാട്ടം, അത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു പകർന്നാട്ടം തന്നെയാണ്. ഉർവശിയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരിക്കും ലീലാമ്മ എന്ന് നിസ്സംശയം നമുക്ക് പറയേണ്ടി വരുന്നു. വല്ലാത്ത അന്തസംഘർഷങ്ങൾ പേറുന്ന ഒരു വിധവ. ആ വിധവയുടെ ആ സാഹചര്യങ്ങൾ, അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഓരോ സാഹചര്യങ്ങളും വല്ലാതെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, പ്രേക്ഷകന്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു സംഘർഷം പകരുന്ന രീതിയിൽ തന്നെ ഉർവശിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലീലാമ്മ അതുകൊണ്ട് തന്നെ ഉർവശിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായി അങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ഇപ്പോൾ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഈ തിരക്കഥയിൽ, വളരെ തീക്ഷ്ണമായ പല വാചകങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഡയലോഗുകളുമുണ്ട്. അതിലൊന്ന് തോമസ് കുട്ടിയുടേതാണോ അല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന പാർവതിയുടെ മറുപടി, അല്ലെങ്കിൽ അഞ്ജുവിന്റെ മറുപടിയിൽ നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന തന്മയത്വത്തോടെ, എന്നാൽ അത് ഡ്രമാറ്റിക് ആകാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളെയൊക്കെ ഒരിക്കലും കൈവിട്ടു പോകാതെ അവതരിപ്പിക്കാൻ ഉർവശിക്ക് കഴിഞ്ഞു എന്നത് അവരുടെ ആ അഭിനയ പ്രതിഭയുടെ സാക്ഷ്യം പറയൽ തന്നെയാണ് ലീലാമ്മ എന്ന കഥാപാത്രം എന്ന് പറയാം. പാർവതിയെ സംബന്ധിച്ച് പാർവതിയുടെ അഞ്ജു എന്ന കഥാപാത്രം പാർവതി ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചത് എന്നൊന്നും പറയാനില്ല. കാരണം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മികച്ച കഥാപാത്രങ്ങൾ പാർവതിക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർവതിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് അഞ്ജു, അല്ലെങ്കിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് അഞ്ജു എന്നൊന്നും പറയാനില്ല. പക്ഷേ അഞ്ജുവിനെ സംബന്ധിച്ച് ഈ വിധിയുടെ ബലിമൃഗം എന്ന് പറയുന്നത് പോലെ എല്ലാവരാലും ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടി എന്ന നിലയിലൊക്കെയാണ് അഞ്ജു ആ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാവരാലും ചതിക്കപ്പെട്ട പെൺകുട്ടിയാകുമ്പോൾ തന്നെ ഈ ചതിയും വഞ്ചനയും ഒക്കെ, ഈ ശരിയും തെറ്റുമൊക്കെ ആപേക്ഷികമാണെന്ന് പറയുന്നത് പോലെ അഞ്ജുവിനും അത്തരത്തിൽ തന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ സാങ്കേതികമായെങ്കിലും ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം, അല്ലാതെ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കഥാപാത്രത്തെ തന്മയത്വത്തോടെ, അടക്കത്തോടെ സട്ടില എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ നിലയ്ക്ക് ഒട്ടും കൈവിട്ടു പോകാതെ അവതരിപ്പിക്കാൻ പാർവതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരുന്നു. പിന്നെ ഇതിന്റെ ഒരു സുഷിൻ ശ്യാമിന്റെ പശ്ചാത്തല സംഗീതമാണ് ഈ ഓരോ സീക്വൻസിനെയും പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്ന, പ്രേക്ഷകനെ അങ്ങനെ തിയേറ്ററിൽ ഈ സിനിമയുടെ പ്ലോട്ടിനൊപ്പം, സിനിമയുടെ കഥാഗതിക്കൊപ്പം ഇങ്ങനെ കൊണ്ടുപോകുന്ന, ഇങ്ങനെ ഉള്ളൊഴുക്ക് പോലെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു മാജിക് സുഷിൻ ശ്യാം അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ എടുത്തു പറയേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഷഹനാദ് ജലാലിന്റെ ക്യാമറയാണ്. എന്തൊരു മനോഹരമായ ഷോട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. പ്രത്യേകിച്ചും ഈ വെള്ളത്തിൽ വെള്ളപ്പൊക്കമാണല്ലോ, കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക സമയത്താണ് ഈ കഥ നടക്കുന്നത്. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ ഒരു പേമാരിയുടെ സമയത്താണ് ഈ കഥ നടക്കുന്നത്. ആ പേമാരിയും
ആ കായലോരങ്ങളിൽ വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ ഈ വള്ളങ്ങൾ കടന്നു പോകുന്ന ഷോട്ടുകളൊക്കെ അതിമനോഹരമായ കുറെ ഷോട്ടുകൾ, അതുപോലെ ലൈറ്റിംഗ്, ഈ ഒരു സിനിമയുടെ മൂഡിനനുസരിച്ചുള്ളൊരു ലൈറ്റിംഗ് കൊണ്ടുവരാൻ ഷഹനാദ് ജലാലിന് കഴിഞ്ഞിട്ടുണ്ട്. ഷഹനാദ് ജലാൽ ഒരു ഗംഭീര പ്രതിഭയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്ന ചിത്രമാണ് ഉള്ളൊഴുക്ക് എന്ന് നിസ്സംശയം നമുക്ക് പറയേണ്ടി വരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ക്രൂ എടുത്തൊരു എഫേർട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ബോളിവുഡിന്റെ ഒരു സാങ്കേതിക സഹായമൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. പ്രൊഡക്ഷൻ സൈഡിലും ബോളിവുഡിലെ പ്രധാനപ്പെട്ട ആളുകൾ, പ്രൊഡ്യൂസേഴ്സ് ബോളിവുഡിലെ സിനിമാ കമ്പനികളൊക്കെയാണ്. അത് ഒക്കെ ലഭിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എഫേർട്ട് ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എടുത്തിട്ടുണ്ട് എന്ന് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഉർവശി ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു, ഉർവശിയും പാർവതിയും ഒക്കെ എത്രയോ മണിക്കൂറുകളല്ല, എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ മുട്ടൊപ്പമോ മുട്ടിനു മുകളിലോ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നു, ഓരോ സീക്വൻസായി അഭിനയിക്കുന്നു. കാലൊക്കെ നീരി വയ്ക്കുന്നു, അല്ലെങ്കിൽ കാലിന്റെ ഒക്കെ നിറം മാറുന്നു, ചർമ്മത്തിന്റെ ഒക്കെ നിറം മാറുന്ന ഒരു സാഹചര്യമൊക്കെ. അപ്പൊ അത്തരത്തിൽ അത് ഇപ്പോ നമ്മൾ നടിമാരായതുകൊണ്ട് അല്ലെങ്കിൽ അതിലെ അഭിനേതാക്കളായതുകൊണ്ട് അവരുടെ അനുഭവം നമ്മൾക്ക് ആ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് ആ ക്രൂ മുഴുവൻ അങ്ങനെ ആ വെള്ളപ്പൊക്കത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിച്ചെടുത്ത ഒരിടത്താണ്, ഒരു ലൊക്കേഷനിലാണ് എത്രയോ ദിവസങ്ങൾ ഇതിന്റെ ഷൂട്ടിംഗ് നടത്തിയത് എന്നുള്ളതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നു. അപ്പോൾ ആ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ ഒരു എഫേർട്ട് വല്ലാതെ ഇതിലുണ്ട്. പിന്നെ ഈ അതിശയോക്തി കലർന്ന ചില നിരൂപണങ്ങളുണ്ട്, അല്ലെങ്കിൽ ആസ്വാദനങ്ങളുണ്ട്. അതിൽ ഒരു ഡോക്യുമെന്ററിക്ക് സമാനമായ ചിത്രമെന്നൊക്കെ, ഡോക്യുമെന്ററി പോലെ കണ്ടിരിക്കാവുന്ന ചിത്രമെന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ട് എന്നറിയില്ല. അത് കൃത്യമായും സിനിമാറ്റിക് ആണ്. ഒരു ഫാമിലി ഡ്രാമ എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് ആ സിനിമ കാണാൻ പറ്റുക. ആ സിനിമയാണെന്ന് നമുക്ക് കൃത്യമായിട്ടും പ്രേക്ഷകനെ ബോധ്യം വരുന്ന നിലയിൽ തന്നെയാണ്. നമുക്ക് ചില കമേഴ്ഷ്യൽ സിനിമകളിൽ പോലും ചിലപ്പോൾ നമ്മളെ വല്ലാതെ വൈകാരികമായ ഒരു തലത്തിലെത്തിച്ച് നമ്മളെ പൊട്ടിക്കരയിക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. വല്ലാതെ വിങ്ങൽ ഉണ്ടാക്കുന്ന സിനിമകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു വിങ്ങൽ സ്വാഭാവികമായും ആ സിനിമ അവശേഷിപ്പിക്കുമ്പോഴും ഒരു വലിയ കരച്ചിലിലേക്കോ ഒന്നും ആ സിനിമ പ്രേക്ഷകനെ കൊണ്ടുപോകുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ പ്രേക്ഷകനെ കൈവിട്ടു പോകുന്നു, പ്രേക്ഷകൻ ആ കഥാപാത്രവുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പ്രേക്ഷകന് കൈവിട്ടുപോയി, പ്രേക്ഷകൻ ഈ വിതുമ്പിക്കരഞ്ഞു പോകുന്ന, വിങ്ങിക്കരഞ്ഞു പോകുന്ന അവസ്ഥയൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ ആ സിനിമ അത്യന്തം സങ്കീർണമായ ഒരു പ്ലോട്ടാണ്, അത്യന്തം സങ്കീർണമായ മനുഷ്യാവസ്ഥകളെ കാണിക്കുന്ന സിനിമയാണ്. ആ നിലയ്ക്ക് ആ സംഘർഷങ്ങൾ മുഴുവൻ ആദ്യാവസാനം പ്രേക്ഷകനിലേക്ക് പകരാൻ ആ സിനിമയുടെ സംവിധായകന്, തിരക്കഥാകൃത്തിന്, അഭിനേതാക്കൾക്ക്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ കൂട്ടായ എഫേർട്ടിന് കഴിയുന്നു എന്നത് എടുത്തു പറയേണ്ടി വരുന്ന കാര്യമാണ്. അതാണ് ആ സിനിമയുടെ ആ ഒരു സിനിമയുടെ ടോട്ടാലിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ സിനിമ ഒരു ക്രൂവിന്റെ സിനിമയാണ്, ആ സിനിമ ഒരു സംഘത്തിന്റെ, ഒരു ടീമിന്റെ സിനിമയാണ്. ആ നിലയ്ക്ക് ആ സിനിമ പ്രേക്ഷകന് വല്ലാത്തൊരു സിനിമ അനുഭവം കൊടുക്കുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ കൃത്യമായും പറയേണ്ടി വരുന്നു. ഏറ്റവും ചുരുക്കത്തിൽ ഉള്ളുരുക്കുന്ന ഒരു സിനിമാനുഭവം എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഉള്ളൊഴുക്കിനെ കുറിച്ച്. അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. അതിന്റെ എല്ലാ നിലയ്ക്കും, അതിന്റെ പശ്ചാത്തല സംഗീതവും, അതിന്റെ ക്യാമറയും, അതിന്റെ അഭിനേതാക്കളുടെ പെർഫോമൻസും, അതിലെ സംവിധായകന്റെ ഒരു ക്രാഫ്റ്റും ഒക്കെ മനസ്സിലാക്കാൻ കൃത്യമായും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ്. ഉറപ്പായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് നമുക്ക് ഉള്ളൊഴുക്കിനെ കുറിച്ച് പറയാം. സിനിമ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷേ ഈ പറഞ്ഞതുപോലെ എത്രയൊക്കെ പറയാം, എന്തൊക്കെ പറയാമെന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. കാരണം ചിലപ്പോൾ അത് ഈ ആസ്വാദനമൊക്കെ ആസ്വാദനത്തിനും അപ്പുറത്ത് ചില ഘട്ടങ്ങളിൽ ആ സിനിമ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. നമുക്ക് ഈ രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിരന്തരം ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് സിനിമകളെക്കുറിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ പറയാം, കണ്ട സിനിമകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാമെന്നൊക്കെ വിചാരിച്ചാണ് ഈ സിനിമകളെക്കുറിച്ചുള്ള വിശകലനങ്ങളും കൂടിയൊക്കെ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ആസ്വാദനങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സിനിമ നല്ലൊരു വിഭാഗം പേരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി നിങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആസ്വാദന നിലവാരം ഓരോന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആസ്വാദന നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ സിനിമയെയും കാണുക. അപ്പോൾ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. ഇനി കാണാത്തവർ സിനിമ കണ്ട ശേഷം ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. സ്നേഹം.